നമസ്കാരം. പാർലമെന്റിൽ ഇനി നടക്കാനുള്ളത് MP ആകർഷണ സോമയാഗം. നേതൃത്വം കൊടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ ഇന്ത്യക്കാരും ആകെ അമ്പരന്ന് നോക്കിയിരിക്കുകയാണ്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? എല്ലാം അടപടലം പൊളിഞ്ഞു വീഴുമോ? രാമക്ഷേത്രത്തിൽ പെയ്യുന്ന മഴയൊക്കെയും അതിനുള്ളിലേക്ക് തന്നെ വീണുകൊണ്ടിരിക്കുന്നു. ചോർച്ച എന്ന് കണ്ടവർ വിധി എഴുതി. ഉടനെ അവിടെ ഹോമം നടത്തണം. ചോർച്ച ലഘൂകരണ യന്ത്രം എഴുതിക്കെട്ടണം. ആരൊക്കെയോ പറഞ്ഞു വലിയ എന്തോ ശാപമാണെന്ന്. ഇന്നിപ്പോൾ ഇതിനേക്കാൾ BJPയെ നട്ടം തിരിക്കുന്നത് മറ്റൊരു പ്രശ്നമാണ്, ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നം. ഭൂരിപക്ഷ സുരക്ഷാ മന്ത്രം 1001 തവണ ഉരുക്കഴിച്ചിട്ടും രക്ഷയില്ല. ഇനി 10,000 ആയാലോ എന്ന് നേതാക്കളിൽ പലരും പറഞ്ഞു. ഇനിയിപ്പോൾ ധനപേടകം കൊണ്ട് തന്നെ ഇറങ്ങേണ്ടി വരുമെന്ന് വിദഗ്ധരൊക്കെയും പറഞ്ഞു. ഇനി അതിന് വേണ്ടത് കണ്ടുപിടിക്കണം, അത്ര തന്നെ. സംഭവം വേറൊന്നുമല്ല, 4 പേരിപ്പോൾ തന്നെ രാജ്യസഭയുടെ വിശിഷ്ടാംഗത്വത്തിൽ നിന്ന് ഒഴിയുന്നു. രാകേഷ് സിൻഹ, രാം ശക്കൽ, സൊനാൽ മാൻസിംഗ്, മഹർജത് മലാനി എന്നിവരാണ് ആ വിശിഷ്ട വ്യക്തികൾ. ഈ 4 പേരെയും മോദി സർക്കാർ നോമിനേറ്റ് ചെയ്ത് നിർത്തിയിരുന്നതാണ്, അത് മറക്കേണ്ട. എന്നാൽ നേരത്തെയുള്ള BJP ആണെങ്കിൽ പോയി വേറെ പണി നോക്ക് എന്ന് പറഞ്ഞേനെ. പക്ഷേ ഇത്തവണ അത് നടക്കില്ല. അതിന് രാജ്യസഭയിലെ കക്ഷി നിലയെക്കുറിച്ച് ലളിതമായി ഒന്ന് മനസ്സിലാക്കിയാലേ BJPക്ക് ഇത് പ്രശ്നമാകുമോ എന്നറിയാൻ കഴിയുകയുള്ളൂ. മൊത്തത്തിൽ ഒരു 225 സീറ്റാണ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ഭൂരിപക്ഷം വേണമെങ്കിൽ 113 സീറ്റാണ് വേണ്ടത്. അതിൽ വിഭജനം ഇങ്ങനെയൊക്കെയാണ്. സത്യത്തിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഉള്ളത് 87 അംഗങ്ങളാണ്. ഇതിൽ കോൺഗ്രസിന് മാത്രം 26 സീറ്റുണ്ട്. നിലവിൽ 4 അംഗങ്ങൾ സ്ഥാനമൊഴിയുമ്പോൾ BJPയുടെ സീറ്റ് നില 86ലേക്ക് എത്തും. അതായത് 90-ൽ നിന്ന് 86ലേക്ക്. NDAക്കാകട്ടെ 101 സീറ്റുകളുമായി മാറും. അതായത് ഇപ്പോൾ നിൽക്കുന്നത് ഭൂരിപക്ഷത്തിൽ നിന്ന് ഏതാണ്ട് 12 സീറ്റ് അകലെയാണ് എന്നർത്ഥം. ഇനി ബാക്കിയുള്ള ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികൾക്ക് രാജ്യസഭയിൽ എത്ര സീറ്റുണ്ട് എന്ന് നോക്കാം. തൃണമൂൽ കോൺഗ്രസിന് 13 സീറ്റ്, DMKയ്ക്കും ആം ആദ്മി പാർട്ടിക്കും 10 സീറ്റുകൾ വീതമാണുള്ളത്. ബാക്കിയുള്ള സീറ്റുകൾ BJPയും കോൺഗ്രസുമായി ബന്ധമില്ലാത്ത കുറച്ച് കക്ഷികൾക്ക്. ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നാലോചിച്ചിരിക്കുകയാണ് ഇപ്പോൾ BJP നേതൃത്വം. നിലവിൽ 12 സീറ്റ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയൂ. അതാണ് BJPയെ കുഴയ്ക്കുന്നത്. ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു കാര്യവുമില്ലല്ലോ. ലോക്സഭയിൽ തന്നെ ചെയ്യാവുന്ന വിട്ടുവീഴ്ചയൊക്കെ ചെയ്താണ് ഒരു സർക്കാർ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും പിഴച്ചു പോകുന്നത്. അതിനിടയിൽ ഇതും കൂടി വന്നാൽ പിന്നെ പണിയാകും എന്നർത്ഥം. നേരത്തെ ചില അഹങ്കാരം ഉണ്ടായിരുന്നു. ബില്ലുകൾ പാസ്സാക്കാൻ സത്യത്തിൽ ഒരുത്തൻ്റെ ആവശ്യം ഇക്കാര്യത്തിൽ NDAക്ക് ആവശ്യമില്ലായിരുന്നു. അതായത് പ്രതിപക്ഷത്തിൻ്റെ. എന്നാൽ ഇപ്പോൾ സംഗതി കുഴഞ്ഞു മറിഞ്ഞു. ഏകപക്ഷീയമായ ഒരു നീക്കവും ഇനി അങ്ങോട്ട് നടക്കില്ല തന്നെ. എന്നാൽ എവിടെയാണ് BJPക്ക് പണി കിട്ടിയത് എന്ന് നോക്കാം. NDAയിൽ ഇല്ലാതിരിക്കുന്ന 2 കക്ഷികളാണ് ജഗ്മോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസും അണ്ണാ DMKയും. YSR കോൺഗ്രസിന് 11 സീറ്റും അണ്ണാ DMKയ്ക്ക് 4 സീറ്റുമാണുള്ളത്. YSR കോൺഗ്രസ് BJPയെ പിന്തുണച്ചാൽ പോലും നിലവിൽ അണ്ണാ DMKയുമായി BJP അത്ര നല്ല ബന്ധത്തിലല്ല. തമിഴ്നാട്ടിൽ ഇവർ തമ്മിലുള്ള സഖ്യവും വിട്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഫലത്തിൽ BJPക്ക് കിട്ടാൻ സാധ്യതയുള്ള 4 വോട്ടുകളുടെ കാര്യത്തിൽ തീരുമാനമായി എന്നർത്ഥം. അങ്ങനെ ആകെ മൊത്തത്തിൽ രാജ്യസഭയിൽ BJPയെ കണ്ടകശനി ബാധിച്ചിരിക്കുകയാണ്. രാമക്ഷേത്രത്തിലുണ്ടായ ചോർച്ച പോലെ രാജ്യസഭാ സീറ്റിലും BJPക്ക് ചോർച്ച സംഭവിച്ചു. ഇനി എങ്ങനെ ഇതൊന്ന് മറികടക്കും എന്ന് നോക്കിയാൽ നാമനിർദ്ദേശം ചെയ്തവരിൽ ശേഷിക്കുന്ന 7 MPമാരും വോട്ടെടുപ്പ് ഘട്ടങ്ങളിൽ സർക്കാരിനൊപ്പമാണ് നിലകൊള്ളുക. ഹരിയാനയിൽ നിന്നുള്ള സ്വതന്ത്ര MPയും സഭയിൽ BJPക്കൊപ്പമാണ്. ഇതെല്ലാം ചേർന്നാലും 109ലേക്ക് എത്തും. അപ്പോഴും ഭൂരിപക്ഷത്തിന് 4 അംഗങ്ങളുടെ കുറവുണ്ടാകും. രാജ്യസഭയിൽ ഒഴിഞ്ഞുകിടക്കുന്ന 19-ൽ 11 സീറ്റിലേക്ക് വൈകാതെ തെരഞ്ഞെടുപ്പുണ്ടാകും. അസം, ബീഹാർ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ 2 വീതം സീറ്റുകളിലേക്കും ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, തെലങ്കാന, ത്രിപുര സംസ്ഥാനങ്ങളിലെ ഓരോ സീറ്റിലേക്കുമാണ് അടുത്ത് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുക. ഈ KC വേണുഗോപാൽ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിലാണ് രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ്. ഈ സീറ്റ് എന്ത് വന്നാലും BJPക്ക് ഉറപ്പാണ്. ഇതിനു പുറമെ മധ്യപ്രദേശിലെയും ത്രിപുരയിലെയും ഒഴിവുകളിലും BJP തന്നെ ജയിക്കും. ബീഹാർ, അസം, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്ന് ഓരോ സീറ്റിൽ വീതവും ജയിക്കാൻ പറ്റും. ഒഴിവുള്ള 11-ലെ 6 സീറ്റിൽ കൂടി ജയിച്ചാലും രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷത്തിലെത്താനാവില്ല. അങ്ങനെ രാജ്യസഭയിൽ ഭൂരിപക്ഷം നഷ്ടമായി നമ്മുടെ BJP കഷ്ടപ്പെടുന്നു എന്നർത്ഥം.